ഞാൻ ഒന്നാം സ്ഥാനത്തെ നിൽക്കുള്ളൂ. ഞാൻ അർഹനാണ്, അർഹനാണ്, അർഹനാണ്. എനിക്ക് ഒന്നാം സ്ഥാനം വേണം. ഞാൻ ഒന്നാം സ്ഥാനത്തെ നിൽക്കത്തുള്ളൂ. എല്ലാവർക്കും രതീഷാണല്ലോ പ്രശ്നം. രതീഷ് 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 ഷാ പറഞ്ഞത് ശരിയാണോ? അക്തറിന്റെ നോട്ടം ശരിയല്ലെന്നാണല്ലോ ജിനിമോള് പറഞ്ഞേ. നോട്ടത്തിന്റെ പ്രശ്നമൊന്നുമില്ല. എന്താ മോളെ, ഞാൻ കള്ളം പറഞ്ഞോ? വീഡിയോ കാണാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ദെൻ ഹൈപ്പ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിച്ചേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ എനിക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോ ഒരു പുതിയ പ്രമോ വന്നിട്ടുണ്ട്. ആ പ്രമോയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് നിർത്തിവെക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യമാണ്. അതായത് അവിടെ എന്തോ ഒരു റാങ്കിങ് ടാസ്കോ അങ്ങനെ എന്തോ ഒരു ടാസ്ക് നടക്കുന്നുണ്ട്. അപ്പൊ ആ ടാസ്കില് നമ്മുടെ അനീഷ് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ആണ് ഫസ്റ്റ്, ഞാനാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞ പുള്ളി ഇങ്ങനെ ഭയങ്കര ബഹളം വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അക്ബർ വന്നിട്ട് പറയുന്നുണ്ട്, അനീഷ് ഫസ്റ്റ് ആണെങ്കിൽ ഞാൻ ഒരിക്കലും സെക്കൻഡ് ആവത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഒരു അടി അവിടെ നടക്കുകയാണ്. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് വന്നിട്ട് പറയുന്നുണ്ട്, എല്ലാവരും സീറ്റിൽ വന്നിരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇരുത്തിയിട്ട് പറയാണ്, ഇനി മുതൽ ഇവിടെ ഒരു ടാസ്കോ ആക്ടിവിറ്റീസോ ഒന്നും നടക്കാൻ പോകുന്നില്ല. ആൻഡ് ഓൾസോ എന്റെ ഭാഗത്തുനിന്ന് ഇനി ഒരു കമ്മ്യൂണിക്കേഷൻസും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. സോ ബിഗ് ബോസ് സീസൺ 7 നിർത്താൻ പോവുകയാണെന്നാണ് ഇപ്പോഴത്തെ പ്രമോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ സീസണിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മീൻസ് നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അതെന്താണ് സംഭവം എന്നൊക്കെ. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു റിവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാവശ്യത്തെ എവിക്ഷൻ എന്ന് പറയുന്നത് ഒരു കാര്യം പറയുകയാണെങ്കിൽ ലൈക്ക് നമുക്കൊന്നും ആർക്കും, അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എവിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, കുറെ ആൾക്കാരെ വിളിച്ചു നിർത്തുന്നു, അല്ലെങ്കിൽ ഫൈനലി ഒരു ടാസ്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി എപ്പിസോഡ് ആയിരിക്കും നമ്മൾ എവിക്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ സീസൺ 7 വളരെ വ്യത്യസ്തമായിട്ട് തന്നെ ആദ്യം തന്നെ മുൻഷി രഞ്ജിത്തിനോട് പറയുന്നുണ്ട്, ലാലേട്ടൻ പറയുന്നുണ്ട് ഇങ്ങ് പോര് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ ആള് ആരുടെ അടുത്തും ബൈ ഒന്നും പറയാതൊക്കെയാണ് പോരുന്നത്. അപ്പൊ പറഞ്ഞ എല്ലാവരുടെ അടുത്തും ബൈ ഒക്കെ പറഞ്ഞിട്ട് പോരുന്ന് പറഞ്ഞു. അപ്പൊ ആള് ഒരു ചപ്പലൊക്കെ വേറെ ആരുടെയായിരുന്നു ഇട്ടിരുന്നത്. അപ്പൊ അതൊക്കെ തിരിച്ചു കൊടുത്തു, എല്ലാവരുടെ അടുത്തും ബൈ ഒക്കെ പറയുന്നുണ്ട്. ആൻഡ് അനുമോളുടെ അടുത്ത് മാത്രം പറയുന്നില്ല. സോ അനുമോൾ ഓടിച്ചെന്നിട്ട് കാലൊക്കെ പിടിക്കുന്നുണ്ട് എന്തോ ഇഷ്യൂവിന്റെ പേരിലൊക്കെ. സോ അങ്ങനെ ഒരു എവിക്ഷന്റെ ഒരു വാല്യൂ കളയുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിയാണ്, നമുക്കൊന്നും ടെൻഷൻ ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ പിന്നെ കുറെ പ്രിഡിക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ആളാണ് എവിക്റ്റ് ആവാൻ പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ എങ്കിൽ പോലും ആള് എവിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ക്യൂരിയോസിറ്റി, ഒരു സാധനമല്ലേ. പക്ഷെ അത് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 7 അവർ അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റിയോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. സോ ഫസ്റ്റ് തന്നെ ആളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ആളെ വിളിക്കുന്നു. സോ എൻഡ് ഓഫ് ദി എപ്പിസോഡ് ആളെ ലാലേട്ടന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ആളുടെ കുറച്ച് മൊമെന്റ്സ് ഒക്കെ കാണിക്കുന്നു ആൻഡ് വിടുന്നു. സോ എനിക്ക് അങ്ങനെ തോന്നി, ആള് വലിയ കണ്ടന്റോ കാര്യങ്ങളോ അവിടെ ഒന്നും തരുന്നില്ലായിരുന്നു. സോ ആ ഒരു മൊമെന്റ്സ് കാണിക്കുമ്പോഴാണെങ്കിൽ പോലും അവിടെ ആള് ചെയ്ത കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും എടുത്ത് കാണിക്കാൻ തക്കതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. സോ എനിക്ക് പഴയ ആ ഒരു സീസൺ വെച്ച് ഇപ്പോഴത്തെ ഒരു സീസൺ നോക്കുമ്പോൾ വലിയ കണ്ടന്റ് അവിടെ ഇല്ല. ലൈക്ക് അവിടുത്തെ ഇനി അവിടെ ഒരു മെയിൻ ആയിട്ടൊരു കണ്ടന്റ് എന്ന് പറയുമ്പം അനീഷാണ്. പക്ഷെ എനിക്ക് അനീഷിന്റെ ഒരു കാര്യം നോക്കുമ്പോൾ എല്ലാ കാര്യത്തിലും ആളിങ്ങനെ ചുമ്മാ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. നോർമലി സംസാരിക്കുന്നത്, ഇപ്പൊ കഴിഞ്ഞ ദിവസമാണെങ്കിലും അനുമോള് പറയുന്നുണ്ടായിരുന്നു, അനീഷേട്ടൻ നല്ലതാണ് അങ്ങനെ ഒക്കെ പറയുമ്പോൾ പോലും അത് പുള്ളി ഇങ്ങനെ ഭയങ്കര നെഗറ്റീവായിട്ട് എടുത്തു. ആര് പുള്ളിയോട് എന്ത് ചോദിച്ചാലും ആള് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. സോ 5 വർഷം ലീവ് എടുത്തിട്ട് അവിടെ ഇരുന്ന് ബിഗ് ബോസ് കണ്ടതിന്റെ രജിത് സാർ മുതൽ നമ്മുടെ റോബിൻ രാധാകൃഷ്ണനെ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വേർഷനാണ് ആള് അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പിന്നെ ആദില നൂറാന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ അവരെന്താണ് ഒരു ലെസ്ബിയൻ കപ്പിൾസ് ആണ്. സോ അവര് കല്യാണം കഴിക്കുമ്പോഴാണെങ്കിലും അവരുടെ ഫാമിലിന്റെ പേരിൽ എന്തെങ്കിലും ഒക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരിക്കും.
സോ അതൊക്കെ ഈ അനീഷ് പോയി ചോദിച്ചിട്ട് പിന്നെ അവരാണ് കാരണക്കാര് എന്ന് പറഞ്ഞ അതും നമ്മുടെ സീസൺ 4 ഉണ്ടായിരുന്ന ഒരു ഗെയിം ആയിരുന്നു. സോ അത് എടുത്തിട്ട് ഇവിടെ പ്ലേ ചെയ്യാനാണ് നോക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ആളുടെ അത് നമ്മുടെ ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട്, ആളുടെ ലൈഫിലേക്ക് ആളുടെ എന്താണ് ഭാര്യയും താനും തമ്മിലുള്ള പ്രശ്നം കണ്ടിട്ട് അനീഷിന്റെ ഭാഗത്താണ് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനീഷിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. സോ ആദില നൂറാന്റെ ആ ഒരു ഇഷ്യൂ അതായിരുന്നു. സോ അങ്ങനെ എവിക്ഷൻ ഈ ലാലേട്ടൻ പോയി കഴിഞ്ഞിട്ടും പിന്നെയും അവരെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങളിപ്പോ എന്നെ വെച്ച് കണ്ടന്റ് ചെയ്യാൻ നോക്കുവല്ലേ, അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് അവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. സോ എനിക്ക് ആള് കൊണ്ടുവരുന്ന കണ്ടന്റ് ഒക്കെ ഭയങ്കര വലിയൊരു കണ്ടന്റ് ആണെന്നോ അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല. സോ ക്യാപ്റ്റൻ ആയതെന്ന് പറഞ്ഞാല് ഏതോ ഒരു നിലയിൽ ക്യാപ്റ്റൻ ആയി. സോ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു കാര്യമൊക്കെ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അത് ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ നോക്കണം. എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. സോ അങ്ങനെ ഒരാള് നമ്മളുടെ അടുത്ത് പെരുമാറി കഴിഞ്ഞാലും നമുക്കാണെങ്കിലും ഭയങ്കര ഒരു ഇറിറ്റേഷൻ തോന്നും അല്ലെ. എല്ലാവർക്കും പുള്ളി അങ്ങനെയാണ്. സോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും പരാതിപ്പെട്ടിയില് അനീഷിനെ മാത്രമാണ് അത്രയും പേരും പരാതി എഴുതിയിട്ടിരിക്കുന്നത്. സോ അത്രയും പേരും പരാതി എഴുതിയിട്ടിരിക്കുന്നത് നമ്മുടെ അനീഷിനെതിരെയാണ്. സോ ഇപ്പൊ ഞാനാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യുള്ളൂ, കാരണം അങ്ങനത്തെ ഒരു ബിഹേവിയർ ആണ് പുള്ളിയുടെ. ബട്ട് ലാലേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ 7ന്റെ പണി വരെ അവിടെ ഉണ്ട്, പക്ഷെ 8ാമത്തെ പണി എന്ന് പറയുന്നത് അനീഷ് തന്നെയാണ്. സോ അനീഷിനെ പോലെ ഉള്ള ഒരാളെ എങ്ങനെ ഓവർകം ചെയ്യാൻ വേണ്ടി ചെയ്യണം, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ഗെയിം സ്ട്രാറ്റജി എന്നാണ്, അല്ലെങ്കിൽ അനീഷ് എന്ന് പറയുന്ന ഒരാള് എന്തായാലും വെളിയിലേക്ക് പോകത്തില്ല. അപ്പൊ ബിഗ് ബോസ് ആളെ ഒരു പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അവിടെ. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പറഞ്ഞു. അതുകൂടാതെ അനുമോളുടെ ഇഷ്യൂ, അനുമോള് ഇങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബർ ഇങ്ങനെ വായി നോക്കുന്ന പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു കാര്യം ചോദിക്കുകയും അതിന്റെ വീഡിയോസ് പ്ലേ ചെയ്യും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കൂടുതലായിട്ടും തന്നെ വലിയ കണ്ടന്റോ അല്ലെങ്കിൽ പറയത്തക്ക വിധം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എവിക്ഷൻ നടന്നതാണ്. അപ്പോ എന്താണ് അത്രയ്ക്കും വലിയ അല്ലെങ്കിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നതോ അല്ലെങ്കിൽ എടുത്തു കാണിക്കാൻ പറ്റുന്നതോ ആയിട്ടില്ല കുറെ കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. സോ പിന്നെ ജിസലിന്റെ ഒരു കാര്യം, ആളെ ഫുൾ ഭയങ്കര കോമഡി എന്നൊരു രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം കൂടുതലായിട്ട് മനസ്സ് പൊട്ടിപ്പോയി എന്നൊക്കെ ആള് പറയുന്നതൊക്കെ കാര്യങ്ങളൊക്കെ കേൾക്കാം. അതായത് നമ്മുടെ ഷാനവാസ് മരുന്ന് കഴിച്ചിട്ട് ശരിക്കും ഉറങ്ങുവാണെന്നാണ് പുള്ളിക്കാരി വിചാരിച്ചത്. സോ അതുകൊണ്ടാണ് ഉറങ്ങാതെ അത്രയും നിന്നത്. സോ ഷാനവാസ് ഫൈനലി ഉറങ്ങുമല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സ് പൊട്ടിപ്പോയി. അതൊക്കെ ഒരു കോമഡി എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമ്മളതൊരു എപ്പിസോഡ് കണ്ടപ്പോൾ നമ്മൾ അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആകും എന്നുള്ള രീതിയിലാണ് വിചാരിച്ചത്. നമ്മുടെ രേണു വേട്ടപ്പട്ടിന്ന് തിരിച്ച് അക്ബറിന് പേരിട്ടത് നമ്മൾ വിചാരിച്ചു അതും ചോദ്യം ചെയ്യുന്നു. പക്ഷെ അതൊന്നും ഈ സാറ്റർഡേ സൺഡേസ് ചോദ്യം കഴിഞ്ഞ സാറ്റർഡേ ആണെങ്കിൽ പോലും ലാലേട്ടൻ വന്നപ്പോൾ ചോദ്യം ചെയ്തിട്ടില്ലായിരുന്നു. സോ അങ്ങനെ ഒരു തമാശ പോലെ ഈ ഒരു സംഭവം എടുത്തു പോയിട്ടുണ്ട്. സോ പറയത്തക്ക വണ്ണം വേറൊരു കാര്യങ്ങളും ഈ ഒരു എപ്പിസോഡിൽ നടന്നിട്ടില്ല. വലിയ എവിക്ഷൻ പോലും ഭയങ്കര കൂളായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നടന്നത്. സോ ആൻഡ് ദിസ് പ്രൊമോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ വെയിറ്റിംഗ് ആണ്. കാരണം എന്താണ് ഇനി അടുത്തത്, ബിഗ് ബോസ് നിർത്തി ഇനി ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെയുള്ള കണ്ടസ്റ്റന്റിന് ഒരു കമ്മ്യൂണിക്കേഷൻസും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ഒരു മെസ്സേജിലാണ് ഇപ്പോൾ ബിഗ് ബോസിന്റെ പ്രൊമോ നിൽക്കുന്നത്. സോ അപ്പൊ ആ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. അതുവരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.